ഹായ് ഹലോ നമസ്കാരം, ഞാൻ അഞ്ജലി. അപ്പോൾ ഇന്ന് ഡ്രസ്സിൻ്റെയോ വർക്കിൻ്റെയോ വീഡിയോ ഒന്നും അല്ല, ഒരു വ്ളോഗാണ്. ഒന്ന് രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി എനിക്ക് കിളിമാനൂർ പോകണമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നൊരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഫുൾ വിഷ്വൽസും ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല. കുറച്ച് ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മെയിൻ റീസൺ എനിക്കൊരു കൊറിയർ ഉണ്ടായിരുന്നു. ഞാൻ ആരി വർക്ക് പഠിച്ച മിസ്സിൻ്റെ അടുത്ത് നിന്ന് ആരി നീഡിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. സാധാരണ സ്പീഡ് പോസ്റ്റ് വഴി വീട്ടിൽ പോസ്റ്റ്മാൻ കൊണ്ടുതരാറാണ് പതിവ്. ഇതിപ്പം ഗോകുലം കൊറിയർ സർവീസ് അങ്ങനെ എന്തോ ഒരു ഇതുവഴിയാണ് വന്നത്. അപ്പം അവിടെ പോയി എടുക്കേണ്ടി വന്നു, വീട്ടിലവർ കൊണ്ടുവരില്ല. പിന്നെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച ഉടനെ ഞാനത് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. എനിക്ക് എന്ത് പാക്കറ്റ് കൈ കിട്ടിയാലും അപ്പോഴും തന്നെ തുറന്ന് നോക്കണം, ഒട്ടും ക്ഷമയില്ല. അതിനകത്തിരിക്കുന്ന സാധനം എന്താണെന്നറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. ഞാൻ സാധനം കണ്ട് തന്നെ ആയിരിക്കും ഓർഡർ ചെയ്തത്, എങ്കിലും അത് കൈ കിട്ടുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും, ഫേക്ക് പ്രോഡക്റ്റ് ആയിരിക്കും, അങ്ങനെയൊക്കെ. അതിപ്പോൾ ഫ്ലിപ്കാർട്ടിൻ്റെ ഇതിപ്പോൾ മിസ്സിൻ്റെ നിന്ന് മേടിച്ചിട്ട് എനിക്ക് 100% ഉറപ്പാണ് അത് ജെന്യുവിനാണെന്ന്. അതല്ലാതെ ഫ്ലിപ്കാർട്ടിൽ നിന്നോ മീഷോയിൽ നിന്നോ അങ്ങനെയൊക്കെ മേടിക്കുമല്ലോ, അത് അപ്പം തന്നെ ഞാൻ പൊട്ടിച്ച് നോക്കും. ഒട്ടും ക്ഷമയില്ല. കൊണ്ടുവന്ന അയാൾ പോയിട്ട് പോലും ഉണ്ടാവില്ല. അയാളുടെ മുന്നിൽ തന്നെ ചിലപ്പോൾ ഞാൻ അത് പൊട്ടിക്കാറുണ്ട്. അപ്പം നീഡിലൊക്കെ പൊട്ടിച്ച് നോക്കി. പിന്നെ അല്ലാതെ ഞാൻ ഷോപ്പിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ബീഡ്സൊക്കെ സ്റ്റോറേജ് ചെയ്ത് വെക്കാനും, പിന്നെ അല്ലാതെ കുറച്ച് ബീഡ്സും കുന്തൻ സ്റ്റോണൊക്കെ വാങ്ങണമായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു സ്റ്റോറേജ് ബോക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 225 രൂപ എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ കൊണ്ട് 3 കമ്പാർട്ട്മെൻറ്റ് വരുന്നൊരു ബോക്സാണ്. ഓൺലൈനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. പിന്നെ ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടും ആവശ്യം വളരെ കൂടുതലായതുകൊണ്ടും ഞാനതങ്ങ് വാങ്ങി. പിന്നെ എനിക്ക് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കുറേ മെറ്റീരിയൽസൊക്കെ ഇരിപ്പുണ്ട്. ഞാൻ നല്ല മെറ്റീരിയൽസ് കാണുവാണെങ്കിൽ വാങ്ങും. അപ്പോൾ അതിനകത്ത് ഡ്രസ്സ് ചെയ്തതിൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. ആ ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് ലേസും, പിന്നെ ഈ ട്രഡീഷണൽ വെയർസൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി മുല്ലപ്പൂസും, പിന്നെ കുറേ സ്റ്റോൺ സീക്വൻസ്, ഇങ്ങനെ ഫ്ലവർ ടൈപ്പ് വരുന്ന സീക്വൻസ്, പിന്നെ ഈ പ്ലാസ്റ്റിക് കുന്തൻ സ്റ്റോണ്, അങ്ങനെ കുറേ സാധനം വാങ്ങിയിട്ട്, പിന്നെ ഈ ലീഫ് ഷേപ്പ് വരുന്ന സീക്വൻസ്, പിന്നെ നോർമൽ സീക്വൻസ് തന്നെ പല ഒരുപാട് കളറുകളുണ്ടായിരുന്നു കേട്ടോ. നോക്കി നോക്കി എടുക്കണം. ഞാനൊരു ബോക്സ് നിറയെ മേടിച്ചു. കാരണം എപ്പോഴും എനിക്ക് കടയിൽ പോകാൻ പറ്റത്തില്ല, കുഞ്ഞൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ എനിക്ക് 2-3 വർക്കുകൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹാങ്ങിങ് ബീഡൊക്കെ മേടിച്ചു, ക്രിസ്റ്റലിൻ്റെ. പിന്നെ പല ഷേപ്പിൽ പല കളർ വരുന്ന കുന്തൻ സ്റ്റോൺ മേടിച്ചു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാലയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഹോൾസെയിൽ തോനെ പ്രോഡക്റ്റൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ ചാലയിൽ നിന്ന് വാങ്ങുന്നതാണ് നല്ലത്. ഇത് ഒരു കൊച്ചു കടയാണ്. അപ്പോൾ അവിടെ ഈ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാക്കറ്റിനകത്തൊക്കെ 20 രൂപ 30 രൂപ. ഇപ്പോൾ ഈ സീക്വൻസൊക്കെ ആണെങ്കിൽ 20 രൂപ, ഇതിന് 30 രൂപ, അങ്ങനെയൊക്കെ. പക്ഷേ ഈ കുന്തൻ സ്റ്റോണൊക്കെ ഇങ്ങനെ മേടിക്കുന്നത് ഭയങ്കര നഷ്ടമാണ്. നമ്മൾ തൂക്കി മേടിക്കുകയാണെങ്കിൽ ഹോൾസെയിൽ വിലയ്ക്കൊക്കെ കിട്ടും. അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ കൊല്ലത്തും ഒരു കടയുണ്ട് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്നത്. ചാലയിലാണ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നത്. ഇങ്ങനെ കൊച്ചു കൊച്ചു കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.